കുറേ ദിവസമായിട്ട് ആൾക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് സൂപ്പർ ശരണ്യയുടെ. അതായത് ശരണ്യ കാട്ടിൽ കഴിഞ്ഞോ, കാട്ടിൽ എന്താണ് ചെയ്തത്, 4 ദിവസം എങ്ങനെയാണ് ജീവിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് കോളുകളും കാര്യങ്ങളും വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഉള്ള കാര്യം പറയാം, 3-4 ദിവസമായിട്ട് ഇതിങ്ങനെ പഠിക്കുകയായിരുന്നു. വേറെ ഒന്നുമല്ല, ഈ ശരണ്യ എങ്ങനെയാണ് കാട്ടിൽ ചെലവഴിച്ചിട്ടുണ്ടാക്കുക, അതുപോലെ തന്നെ ഞാൻ കാട്ടിൽ പോയിട്ട് നിന്നു, 4 ദിവസം ഞാൻ കാട്ടിൽ പോയിട്ട് നിന്നു, എങ്ങനെ നമുക്ക് നിൽക്കാൻ കഴിയും വെള്ളം മാത്രം കുടിച്ചിട്ട് എന്ന്. അപ്പോഴാണ് മനസ്സിലായത് ഈ ശരണ്യ എന്ന് പറയുന്ന യുവതി പറയുന്നത് മുഴുവൻ കള്ളത്തരമാണ്. അവർ കൃത്യമായിട്ടും അവിടെ എവിടെയോ ഒളിച്ചിരിക്കുകയാണ് ചെയ്തത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ആദ്യം അവരുടെ ആ വരുന്നൊരു വീഡിയോ നമുക്കൊന്ന് കാണിക്കാം. ശരണ്യയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. ശരണ്യക്ക് ക്ഷീണമില്ല, വേറെയൊന്നുമില്ല, ഒരിതുമില്ല. ശരണ്യക്കുള്ള കാര്യം പറയുന്നതിന് എന്താ, ഇവരൊക്കെ കാണിക്കുന്ന തോന്നിയവാസത്തിന് ഇനിയിപ്പോഴെങ്ങാനും ഇവരെ അങ്ങ് കാണാതായി എന്ന് വിചാരിച്ചോ, ആ ഒരു ദുഷ്പേര് വരെ കർണാടകത്തിന് വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പലതരത്തിലും പല ആൾക്കാരും മിസ്സായിട്ടുണ്ട്, കാട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ കർണാടകയിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്ന സ്ഥലം തന്നെയാണ്. ഇനി ഈ ഒരു സ്ത്രീയും കൂടി അങ്ങോട്ട് അങ്ങനെ മിസ്സായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി അവരുടെ തലയിൽ വരും. ആ നാണക്കേടും കൂടി അവർ ചുമക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും ഈ സ്ത്രീയുടെ മൊബൈലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ട്രെക്കിംഗ് സങ്കേതത്തിലേക്ക് ആൾക്കാരുടെ ബഹളമാണ്. ഒരാൾ പോലും അറിയപ്പെടാതെ കിടന്നിരുന്ന ആ ഒരു ട്രെക്കിംഗ് സങ്കേതം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള റിസോർട്ട് മാഫിയകൾ, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു നാടകമാണോ ഇത് എന്ന് പോലും നമുക്ക് സംശയമുണ്ട്. ഇവർക്കൊന്നും സംഭവിച്ചിട്ടില്ല, അവർക്കൊന്നും ഇതില്ല. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മൃഗങ്ങളെ കാണാതെ ഒരു പാറയുടെ അടുത്ത് കുടുങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. ഏത് ട്രെക്കിംഗ് ഇതായാലും നമ്മൾ ഒരു വന്ന വഴി ഏകദേശം നമുക്ക് ഓർമ്മയുണ്ടാകും. അതുമാത്രവുമല്ല, ഏത് വഴി തെറ്റി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വന്ന വഴിയെ തിരിച്ച് നടക്കും. അങ്ങനെ തിരിച്ച് നടന്നിട്ട് ആ വന്ന വഴിയിൽ എവിടെയെങ്കിലും നമ്മൾ നിൽക്കുകയാണ് ചെയ്യുക. ഇതൊന്നും ചെയ്യാതെ ഇവർ അവിടുന്ന് മാറി നിന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും സംശയം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ വൈറലാകാൻ വേണ്ടിയിട്ട് ഇന്ന് പലതും ചെയ്യും. അതിൻ്റെ ഒരു കൂടെ കൂട്ടിയതാണെന്ന് വിചാരിച്ചാൽ മതി. ഇപ്പൊ ശരണ്യ എന്ന് പറയുന്ന ട്രക്കിംഗ് ചെയ്യുന്ന ഒരു യുവതിയെ ഒരു മനുഷ്യന്മാർ പോലും അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ട്രക്കിംഗ് പോയിന്റ് ഉണ്ട് എന്ന് അധികം ആർക്കും അറിയില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള റിസോർട്ടുകൾ ഇതൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ റിസോർട്ടുകൾക്കും കൂടി ഇതിന്റെ ഗുണം കിട്ടും എന്നെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നിപ്പോഴും എന്ന് പറഞ്ഞാൽ അതിന്റെ ഗുണം കിട്ടിയത് റിസോർട്ടുകൾക്ക് തന്നെയാണ്. കാരണം അതുവഴി ട്രക്കിംഗ് ചെയ്യാനും ആ ഒരു സങ്കേതങ്ങൾ കാണാനും ഒക്കെ ആയിട്ട് ഇന്ന് ഒരുപാട് പേര് വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ വരുമാനം കിട്ടുന്നത് അവർക്ക് തന്നെയാണ്, അല്ലാതെ വേറെ ആയിരിക്കുമല്ല. അല്ലാതെ എന്ന് പറഞ്ഞാൽ 4 ദിവസം കാട്ടിൽ ഞാൻ നിന്നു, മിന്നാമിനിങ്ങ മാത്രം നോക്കി നിന്നു, ഇല്ലെങ്കിൽ വെള്ളം മാത്രം കുടിച്ചു നിന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കാണാതായ അന്ന് മുതൽ തന്നെ അവിടെ തെരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് ഇവരെ കണ്ണിൽ പെട്ടില്ല? അല്ലെങ്കിൽ ഇവർക്ക് എന്താ വഴി തെറ്റിക്കഴിഞ്ഞാൽ നമ്മളൊരു അരമണിക്കൂർ നടക്കുമ്പോൾ തന്നെ ആരെയും കാണുന്നില്ല, ഇല്ലെങ്കിൽ 1 മണിക്കൂർ നടന്നപ്പോൾ തന്നെ ഒരു മനുഷ്യനെയും കാണുന്നില്ല. നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ വന്ന വഴിയെ തിരിച്ചങ്ങ് കയറുമല്ലേ ചെയ്യുക. അവിടെ ചെന്നിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കും, ഇല്ലെങ്കിൽ അവിടെ ഇരിക്കും. ഇനി വഴി തെറ്റിക്കഴിഞ്ഞാൽ ആ വഴിയിലൂടെ ആരെങ്കിലും തന്നെ രക്ഷിക്കാൻ വരും എന്നുള്ള ഒരു ഇതിൽ നമ്മൾ നിൽക്കില്ലേ. പിന്നെ വേറൊരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയും ഭയങ്കരമായിട്ടുള്ള പുലികളും മറ്റേ എന്താ പറയേണ്ടത് കടുവയും ആനയും എല്ലാം ഉള്ള ഒരു സ്ഥലത്തെ ഒറ്റയ്ക്ക് ഒരാളെ എങ്ങനെ ട്രക്കിങ്ങിന് വിടുവോ? ഒറ്റയ്ക്ക് ഒരാളെ എങ്ങനെ വിടുവോ? ഇതിൻ്റെ ആൾക്കാരും കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ടാവില്ലേ? ആരെങ്കിലും അങ്ങനെ ഒറ്റയ്ക്ക് പോകുമോ? ഇപ്പൊ കൊടുങ്കാട്ടിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 പേര് പോയി കഴിഞ്ഞാൽ 10 പേരുടെ കൂടെ തന്നെ നിൽക്കത്തില്ലേ? അപ്പൊ ഇവര് മനഃപൂർവ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് മാറി നിന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ വേറെ ഒന്നും അല്ല. അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ അങ്ങനെ മിസ്സായതോ, അവര് പറയുന്നതാണ് മിസ്സായത് കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, പണ്ടൊരു ബാബു എന്ന് പറയുന്ന ഒരുത്തനെ നിങ്ങൾക്ക് അറിയാലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പാറയുടെ ഉള്ളിൽ കയറി കുടുങ്ങിയിട്ട് എത്രയാ നമുക്ക് നഷ്ടം വരുത്തിച്ചിനി, എത്ര പൈസയാന്ന് ഓന് വേണ്ടിയിട്ടന്ന് ചെലവാക്കിനി, ഓർമ്മയുണ്ടാ നിങ്ങൾക്ക്? അതുപോലെ തന്നെയാണ് ഈ ശരണേൻ്റെ കാര്യങ്ങളും. അതായത് ഇവർക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ കുറേ ലക്ഷങ്ങൾ ചെലവാക്കി അവരെ കണ്ടുപിടിച്ചു. പിന്നീട് എന്ന് പറഞ്ഞ ഒരു എന്താ പറയേണ്ടത്, ഇപ്പോഴും ഈ ഇലക്ഷൻ സമയമായതുകൊണ്ട് കർണാടക ഗവൺമെന്റിന് കുറേ ജൈവിളി കിട്ടി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ശരണ്യയുടെ നാട്ടിൽ തന്നെ എന്ന് പറഞ്ഞ ഒരു മന്ത്രി MP ആരോ വരുന്നു, അവരെല്ലാവരും കൂടിയിട്ട് കോൺഗ്രസ് സർക്കാരിനെ ജൈവിളിക്കുന്നു. അങ്ങനെയൊക്കെ പലതരത്തിലുള്ള കാര്യങ്ങളും ഇവിടെയൊക്കെ നടന്നിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് നമ്മുടെ KC വേണുഗോപാൽജിക്കും അതുപോലെ മറ്റുള്ളവർക്കൊക്കെ ആശംസ അറിയിച്ചുകൊണ്ട് ശരണ്യയുടെ കുടുംബങ്ങൾ തന്നെ രംഗത്ത് വന്നോ എന്നൊരു സംശയം നമുക്കുണ്ട്.
അപ്പം ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഒരു വൈറലാകാനുള്ള ഒരു തന്ത്രവും ഇതിൻ്റെ ഇടയിലുണ്ടല്ലോ എന്നുള്ള ഒരു സംശയം തന്നെയാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, തനിക്കെന്താടോ ആ കുട്ടിക്ക് അപകടമൊന്നും പറ്റാത്തതുകൊണ്ടാണോ തനിക്കുള്ള അസുഖം എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ തോന്നിയ വാസന ഇതിനൊക്കെ പറയാൻ പറ്റുള്ളൂ. അതായത് ഈ ശരണ്യയുടെ അച്ഛൻ തന്നെ പറയാറുണ്ട്, എന്നോടൊന്നും പറയാറില്ല, എന്നോട് വല്ലപ്പോഴും ഒക്കെ പറയും, പലപ്പോഴും പറയാതെയാവുക. 36 വയസ്സായ ഒരു സ്ത്രീ അവരെവിടെയെങ്കിലും പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ വളർത്തി വലുതാക്കിയ ഒരു അച്ഛൻ എന്ന നിലയിൽ ഒരു നെലിയും ബലിയെങ്കിലും കൊടുത്തിട്ട് ഞങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ് എന്നെങ്കിലും പറയില്ലേ? അതുപോലും പറയാതെ തോന്നിയതുപോലെയാണ് പോകുന്നത്. ആലോചിച്ച് നോക്കണം, നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്നിട്ട് കാണാതായി എന്ന് പറയുമ്പോൾ എല്ലാവരും ചേർന്ന് തെരച്ചിൽ ആരംഭിച്ചു. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഒരു കാര്യം ഞാൻ പറയാം, വിശദമായിട്ടൊരു അന്വേഷണം നടത്തണം. ഇവർ ഒളിച്ചു നിന്നത് തന്നെയാണ്. ഇവരെങ്ങനെ അധികം ഉള്ളിലേക്കൊന്നും പോയിട്ടില്ല. ഇവർ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കണ്ടിട്ട് എന്നാൽ പിന്നെ ഒന്ന് ഉള്ളിലേക്ക് പോയിക്കൊള്ളാം, അങ്ങനെയും പോകാം. അല്ലാതെ ഇവർക്കൊരു ഭയമോ അല്ലെങ്കിൽ ഇവരൊരു ക്ഷീണമോ ഒരു കാര്യമോ 4 ദിവസം കാട്ടിൽ ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ക്ഷീണവും കാര്യവും നിങ്ങൾക്കറിയാലോ, അതൊന്നും ഇവർക്കുണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവർ എന്തോ ആഹാര സാധനങ്ങളും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടാകും. ഇല്ലേ പോക്കറ്റിൽ കുറച്ച് ബദാമങ്ങും കരുതാതെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെള്ളത്തിൻ്റെ കാര്യം പിന്നെ പ്രശ്നമില്ല, കാരണം എന്താ വെച്ചാൽ അരുവികളുള്ളിടത്തോളം കാലം വെള്ളം കിട്ടും. എന്നാലും 4 ദിവസമൊക്കെ ഒരേ പാറക്കെട്ടിൽ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അവർ പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് ഞാൻ പറയുന്നില്ല, പറഞ്ഞതൊക്കെ കള്ളം തന്നെ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ലാതെ വേറെ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പേര് പറയുന്നുണ്ട് സാഹസികതയാണ് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ എവറസ്റ്റ് കയറിയ ഒരു ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിനോടുകൂടി നിങ്ങൾ കേട്ടതല്ലേ? അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന് അത്രത്തോളം പിന്നെ എന്താ പറയേണ്ട എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വൈറലാകാൻ വേണ്ടിയിട്ട് ഇന്നത്തെ സമൂഹം കാണിക്കുന്ന ഒരു ഇത് തന്നെയാണ്. ഇനി ഇതിലും വലുത് പ്രതീക്ഷിക്കാം നമുക്ക്. ഇതൊന്നുമല്ല, ഇതിലും വലുതിനി ചില ആൾക്കാർ ചെയ്യും. അപ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ മണ്ടന്മാരായിട്ട് ഒരുപാട് ആൾക്കാർ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ടീമുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിക്കൽ ഭയങ്കരമായിട്ടുള്ള തുക കൊടുക്കുക. അതായത് ട്രക്കിങ്ങിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നല്ല പൈസ ഈടാക്കണം. ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ആൾക്കാർ വേണം. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കല്ല ട്രക്കിങ്ങിന് പോകേണ്ടത്. കൂടെ വന്നവർ പറഞ്ഞ എന്താ, അവരവിടെ നായിനിയും കളിപ്പിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ്. അവർക്കറിയാം ഇവിടെ നിന്നും വഴി തെറ്റിക്കഴിഞ്ഞാൽ പിന്നൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അവർ മനഃപൂർവ്വം നായിനെ കളിപ്പിച്ചതാണോ, അങ്ങനെ മനഃപൂർവ്വം വഴി തെറ്റിയതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. ഞാൻ ഇപ്പോഴും പറയുന്നേ, അവർ മനഃപൂർവ്വം തന്നെ വഴി തെറ്റിയതാണ്. അവരെ സൂപ്പർ ശരണ്യ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല. ഒരു സൂപ്പറും അല്ല. അവർ കൃത്യമായിട്ടൊന്നും തന്നെ കാടിൻ്റെ ഉള്ളിലേക്കൊന്നും പോയിട്ടുണ്ടാവില്ല. അവർ ചിലപ്പോഴും എന്ന് പറഞ്ഞ് ഞാൻ നടന്ന് അയ്യോ എന്നാക്കിയിട്ടൊക്കെ വന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇത് ഒരുപാട് പേരിനി ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിവിടെയൊന്നും തീരത്തില്ല. കാരണം ഇത് നല്ലൊരു ചാൻസാണ്. ഒരുപാട് മീഡിയക്കാരും ഇതിപ്പോൾ ലോകം തെച്ചുള്ള മീഡിയക്കാർ മൊത്തം കിട്ടി ഇതായില്ലേ. അതായത് ഒരാളെ കാണാനില്ല, ട്രക്കിങ്ങിന് പോയ ഒരാളെ കാണാനില്ല, കൊടുങ്കാട്ടിൽ അകപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് എല്ലാ മീഡിയക്കാരും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മീഡിയക്കാരിലൂടെ നല്ല ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, ഒരു ഫെയിം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നവർ 2 കാര്യങ്ങൾ ആലോചിക്കണം. ഞാൻ പറഞ്ഞല്ലോ, അതായത് കാട്ടിൽ കാണാതായി എന്നുള്ളൊരു പേരുദോഷം ഒന്ന് വരും. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് 8 കാലി മമ്മൂഞ്ഞിമാർ പോകാത്തത് വലിയ ഭാഗ്യം തന്നെയാണ്. അവന്മാർ ചിലപ്പോൾ അവിടെ തേട് ഇവിടെ തേട് എന്ന് പറഞ്ഞിട്ട് ഇത് കുഴപ്പമുണ്ടാക്കിയേനെ. പണ്ടൊരിക്കൽ നമുക്കറിയാലോ, അവിടെ ഒരു കുഴപ്പമുണ്ടാക്കിയിട്ട് 1 മാസത്തിന് ശേഷമാണ് ചെറുപ്പക്കാരനെ കിട്ടിയത്. ഇതിപ്പോൾ കുഴപ്പമുണ്ടാക്കാൻ ആരും പോയിട്ടുമില്ല. കർണാടകത്തിൻ്റെ അധികൃതർ ഒരാളെ പോലും അങ്ങോട്ട് അടുപ്പിച്ചതുമില്ല. അതുകൊണ്ട് വലിയ സമാധാനം. ഇല്ലെങ്കിലെന്ന് പറഞ്ഞ് ഇവന്മാർ മലയാളികളായ നമ്മൾ അവിടെ പോയിട്ടും ഈ തെരച്ചിലല്ല വേണ്ടത്, ഇങ്ങനെയുള്ള തെരച്ചിലാണ് വേണ്ടത്, ഈ മലയിലല്ല ആ മലയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്വേഷണ സംഘത്തെ തന്നെ ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാം നിന്നേനെ. അതായത് നമ്മളെല്ലാം വിചാരം എന്താ വെച്ചാൽ നമ്മളെന്തോ ഒരു വലിയ കൊമ്പത്താണ് മലയാളികൾ, ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ ഊച്ചാളികളാണ് നമ്മളെ വിചാരം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെക്കാട്ടിയും വിവരവും വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരും മറ്റുള്ള സ്ഥലങ്ങളിലും ഉണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നന്നു. അല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഈ അനർത്ഥങ്ങൾ, ഇതുപോലെയുള്ള ശരണ്യമാർ ഇനിയും വരും. ഇനിയും ഒരുപാട് ശരണ്യമാർ വരാനുണ്ട്. ഇതൊന്നും അല്ല, ഒരുപാട് ശരണ്യമാർ വരാനുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ട്രെക്കിങ്ങിന് പോകും, അവിടെ നിന്ന് മിസ്സായി എന്ന് പറഞ്ഞിട്ടുള്ള നാടകമെടുക്കും, അങ്ങനെ ഫെയിമാകും. ഫെയിമായോട് കൂടിയിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം, ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ശരണ്യയുടെ ഇൻസ്റ്റാഗ്രാം ശ്രദ്ധിച്ചാൽ മതി, എത്ര പേരാ ഫോളോവർ അറിയാ.